ലോക മുസ്ലിങ്ങൾക്ക് പുതുവർഷം ആരംഭിക്കുന്നത് മുഹറം മുതലാണ്. മുഹറം മാസങ്ങളുടെ ഒന്നാമൻ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ആദ്യത്തെ ഒന്നാമത്തെ മാസമാണ് മുഹറം മാസം. ആ മുഹറം മാസത്തിൽ ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് രക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾക്കും നൽകിയിട്ടുള്ള ഒരു മാസമാണ് മുഹറം. ആ മുഹറം മാസം നമ്മൾ വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ കൊല്ലം അവസാനം വരെ അതിൻ്റെ ഒരു ബറക്കത്തുണ്ടാകുമെന്ന് നമുക്ക് കാണാം. തുടക്കം നന്നായാൽ ഒടുക്കം നന്നാകുമെന്നാണല്ലോ. ഏതൊരു കാര്യത്തിൻ്റെയും തുടക്കം നന്നാവണം. അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ നാം കാണുന്ന പീടിക ഉദ്ഘാടനം, കട ഉദ്ഘാടനം, ആ തുടങ്ങുന്ന ദിവസം, ആരംഭിക്കുന്ന ദിവസം നല്ലൊരു വ്യക്തിയെ കൊണ്ടുവന്ന് ദുആ ചെയ്ത് അത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നു. അതിനുള്ള ബറക്കത്ത് ഉടനീളം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ തുടക്കം, ഒരു മാസത്തിൻ്റെ തുടക്കം, മറ്റു മാസങ്ങളിലൊക്കെ നമ്മൾ തെറ്റുകളൊക്കെ ചെയ്ത് നിൽക്കുമ്പം അടുത്ത മാസം, അടുത്ത വർഷം നാം ഇതുപോലെ ആയിക്കൂടാ. തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് തൻ്റെ പാപങ്ങളെല്ലാം പൊറുപ്പിച്ച് ഒരു പുതിയ ജീവിതം, ഒരു കൊല്ലം തീരുമ്പോൾ നാം അള്ളാഹുവിലേക്ക് ഒരു വർഷം കൂടി അടുത്തു എന്ന് നാം ചിന്തിക്കണം. ദിവസം പെട്ടെന്ന് പോകും, കൊല്ലങ്ങളും. എന്തുണ്ടാക്കി, നാം ആ ദിവസത്തിൽ നാം ചെലവഴിച്ചു, ആ ദിവസത്തിൽ നാം എന്ത് ഉപകാരം കിട്ടി എന്ന് നാം ചിന്തിക്കുന്നില്ല എങ്കിൽ മഴവെള്ളത്തിൽ വേസ്റ്റ് പോകുന്നത് പോലെ നമ്മളങ്ങ് പോയാൽ അവസാനം നമ്മൾ വിരൽ കടിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ഈ മുഹറം മാസം ഒരു വർഷത്തിൻ്റെ തുടക്കം, ഒരു ആരംഭം, ചില തീരുമാനങ്ങൾ എടുക്കണം. ഇന്നു മുതൽ ഞാൻ നിസ്കാരങ്ങളൊക്കെ അത് മുറ പോലെ അവ്വൽ വക്തിന് നിസ്കരിക്കുമെന്നുള്ള ദൃഢനിശ്ചയത. അങ്ങനെ തുടക്കത്തിൽ ഒരാഴ്ച പ്രയാസം, പ്രതിസന്ധിയൊക്കെ ഉണ്ടാവും. എന്ത് തന്നെ വന്നാലും, എങ്ങനെ സംഭവിച്ചാലും അത് നാം നിസ്കരിക്കും, അവ്വൽ വക്ത് തന്നെ നിസ്കരിക്കും എന്ന് ദൃഢനിശ്ചയം നീക്കുക. അതിനുശേഷമുള്ള റവാത്തിബ് നിസ്കാരം, വളരെ പുണ്യമുള്ള നിസ്കാരങ്ങളിലെ അപാകതകളും പോരായ്മകളൊക്കെ പരിഹരിക്കുന്ന അതിമഹത്തായ പുണ്യമുള്ള നിസ്കാരങ്ങളാണ് റവാത്തിബ് നിസ്കാരം. ഇത് എന്ത് പ്രതിസന്ധി വന്നാലും നാം ഒഴിവാക്കൂല എന്ന് ദൃഢനിശ്ചയം ചെയ്ത് ആ ഒരു രീതിയിൽ ജീവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും തൃപ്തിയുള്ള ഒരു കാര്യമാണ് റവാത്തിബ് നിസ്കാരം നിസ്കരിക്കുക എന്നുള്ളത്. അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തികൾ കാംക്ഷിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കരുണയുടെ കവാടം തുറന്നു നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഈ മുഹറം മാസത്തെ വേണ്ടതുപോലെ തുടക്കത്തിൽ ആവേശപൂരിതനായാൽ ഒടുക്കം വരെ ആ ആവേശത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാകും തീർച്ചയാണ്. കാരണം തുടക്കം നമ്മൾ നന്നായിക്കേണ്ടതാണ്. അതുകൊണ്ട് മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുപ്പിച്ച് അടുത്ത് വരാനിരിക്കുന്ന കൊല്ലം, ആ കൊല്ലത്തിൽ ഇനിയുള്ള ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ചുകൂടാ. നമ്മൾക്കൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിനനുസരിച്ച് നാം നീങ്ങണം. ലക്ഷ്യം എന്താ? അള്ളാഹിൻ്റെ തൃപ്തി. അത് കരഗതമാക്കാൻ നാം പ്രയാസപ്പെട്ടേ പറ്റൂ. വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ, ക്ഷമിച്ചവർക്ക് അവൻ ഹിദായത്ത് അല്ലാഹു കൊടുക്കും എന്ന് പറഞ്ഞാൽ സന്മാർഗത്തിൻ്റെ വഴികൾ തുറന്നു കൊടുക്കും എന്നല്ലേ. തെറ്റുകളൊക്കെ ക്ലീൻ ചെയ്ത്, എല്ലാ തെറ്റും ക്ലീൻ ചെയ്താൽ അവന് ഇബാദത്ത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന, എണീക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും. തെറ്റുകൾ കുമിഞ്ഞ് കൂടുന്നതിനനുസരിച്ച് അവന് ഇബാദത്തിന് പ്രയാസകരുണ്ടാകുന്ന. അതുകൊണ്ട് തെറ്റുകളിൽ നിന്നൊക്കെ തൗബ ചെയ്യുക. ഒരു തെറ്റ് ചെയ്താൽ ഉടനടി തൗബ ചെയ്യണം. അത് പിന്നേറ്റേക്ക് മാറ്റി വെക്കേണ്ട. ഉടനടി തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങി ഇനി ആ ഒരു തെറ്റിലേക്ക് ആവർത്തിക്കില്ല എന്നുള്ള ദൃഢനിശ്ചയം ചെയ്ത് നാം മുന്നോട്ട് പോയാൽ
നമ്മുടെ മനസ്സ് ക്ലീനായാൽ അള്ളാഹുവിലേക്ക് ഇബാദത്തെടുക്കാൻ നമുക്ക് പ്രയാസമില്ലാതെ തന്നെ നമുക്ക് ഇബാദത്തിലേക്ക് മുഴിയാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.